إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كاف ها يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ പൂർണ്ണമായും പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് നിങ്ങളോടും സ്വന്തത്തോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. അഫ്ളലു അയ്യാമി ദുനിയ എന്ന് റസൂല് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് സൂചിപ്പിച്ച ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം അദ്കാറുകളും ദുആകളും ദാനധർമ്മങ്ങളും ആരാധനാകർമ്മങ്ങളും സുന്നത്ത് നോമ്പും എല്ലാം അനുഷ്ഠിച്ചവരാണ് നമ്മളിലുള്ള കൂടുതൽ ആളുകളും. അള്ളാഹു നമ്മിൽ നിന്ന് അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ ശ്രമിക്കേണ്ട ദിനങ്ങളാണ്. കാരണം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാണ് ഈ ദിനങ്ങളിലെ കർമ്മങ്ങൾ. ഒരാളിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്കിഷ്ടപ്പെട്ട കാര്യമാണ് നമ്മൾ കൂടുതൽ ചെയ്യുക. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ് ഈ ദിനങ്ങളിലെ കർമ്മങ്ങൾ. അത് ധാരാളമായി ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുന്ന ദിനങ്ങളാണ്. എല്ലാ ആരാധനാകർമ്മങ്ങളും അതിൻ്റെ മര്യാദ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഏത് ആരാധനാകർമ്മവും ദുആയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അദ്ദുആഹു ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. അപ്പോൾ ഏത് ഇബാദത്തും അതിൻ്റെ മര്യാദ അനുസരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുആയുടെ മര്യാദ അത് നിർബന്ധമായും പാലിക്കണം. മര്യാദകളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ മര്യാദയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അദമുൽ അജലത ഫിൽ ഇസ്തിജാബ, ഉത്തരം കിട്ടാൻ ധൃതി കാണിക്കാതിരിക്കുക. അത് പ്രാർത്ഥനയുടെ ആദാബുകളിൽപ്പെട്ടതാണ്. ഉത്തരം കിട്ടാൻ, പ്രാർത്ഥിച്ച കാര്യത്തിന് ഉത്തരം കിട്ടാൻ
ധൃതി കാണിക്കാതിരിക്കുക. പൊതുവെ മനുഷ്യൻ ഏത് കാര്യത്തിലും ധൃതിയുള്ളവനാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാനുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നത് വരെ നമുക്ക് സമാധാനം ഉണ്ടാകില്ല, കിട്ടാൻ ധൃതി കാണിക്കും. എന്നാൽ അള്ളാഹിനോട് നമ്മൾ ചോദിച്ച ചോദ്യമാണ് പ്രാർത്ഥന, ദുആ. അതിനുത്തരം കിട്ടുന്ന കാര്യത്തിൽ ധൃതി കാണിക്കരുത്. ഇമാം ബുഖാരിയും മുസ്ലിമും ചേർന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്തജാബു ലിഅഹദികും മാ ലം യഅജൽ. നിങ്ങളിൽ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടും, മാ ലം യഅജൽ, അവൻ ധൃതി കാണിക്കാത്ത കാലത്തോളം. യഖൂൽ, അവൻ പറയും, ദഅഉതു, ഞാൻ കുറേ ദുആ ചെയ്തു, ഫലം യുസ്തജബ് ലി, എനിക്കൊരു ഉത്തരം കിട്ടിയില്ല, എനിക്ക് ഉത്തരമൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു നിലപാട് ഉണ്ടാകാൻ പാടില്ല. ധൃതി കാണിക്കാതിരിക്കുക എന്നതാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഏറെയും അള്ളാഹ് പറഞ്ഞു ഫസ്തജാബ, അള്ളാഹ് ഉത്തരം കൊടുത്തു എന്നാണ്. ഉത്തരം കൊടുത്ത പ്രാർത്ഥനകൾ ഏറെയുമുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം, പ്രാർത്ഥിച്ചു 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 വർഷങ്ങളോളം കാത്തിരുന്നു, ധൃതി കാണിക്കാതെ. ഞാൻ ഓതിവെച്ച സൂറത്ത് മറിയം, അതിൻ്റെ ആദ്യ ആയത്തുകളാണ് കാഫ് ഹായ ഐൻ സ്വാദ്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. ഇത് നബിയോട് പറയാണ്, നിന്റെ റബ്ബ് തന്റെ അടിമയായ സക്കരിയാക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള വിവരമാണിത്. സക്കരിയ നബിക്ക് ചെയ്തു കൊടുത്ത റഹ്മത്തിനെ കുറിച്ചുള്ള വിവരണമാണിത്. എന്താണ് ആ വിവരണം? ഇത് നാദാ, അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. റബ്ബഹു, തന്റെ റബ്ബിനോട്, നിദാഅൻ ഖഫിയ, വളരെ പതുക്കെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. റബ്ബറിഞ്ഞാൽ മതി, റബ്ബിനോട് വളരെ പതുക്കെ പറഞ്ഞാൽ മതി, ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. സക്കരിയ നബി വളരെ പതുക്കെ തന്റെ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നി വഹനൽ അള്മു മിന്നി വഷ്തഗല റഅസു ശൈബ. റബ്ബേ, എന്റെ എല്ലുകളൊക്കെ ബലഹീനമായി, എന്റെ മുടിയാണെങ്കിൽ അത് നരച്ച് തിളങ്ങുന്നതായിട്ടുണ്ട്. എത്ര കാലമായി റബ്ബെ ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ എല്ലൊക്കെ അത്രയും വയസ്സായി, അതുവരെ പ്രാർത്ഥിച്ചു. എന്നിട്ട് സക്കരിയ നബി പറയാണ്, വലം അക്കും ബി ദുആഇക റബ്ബി ഷക്കിയ, എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ റബ്ബേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല. ഷക്കിയ, ഞാൻ ഒരിക്കലും നിരാശനായിട്ടില്ല, ഭാഗ്യം കെട്ടവനായിട്ടില്ല. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ. റബ്ബേ, എനിക്ക് പിറകെ വരാനുള്ള എൻ്റെ ബന്ധുമിത്രാദികളെപ്പറ്റി എനിക്ക് പേടിയാണ് റബ്ബേ, ഭയമാകുന്നു. എനിക്ക് ഇനി തലമുറ ഉണ്ടാകുമെന്ന് പേടിയാണ്. എൻ്റെ ഭാര്യയാകട്ടെ ആഖിറൻ, പ്രസവിക്കാൻ കഴിയാത്ത വന്ധ്യയാണ് റബ്ബേ. ഫഹബിലി മില്ലദുൻക വലിയ, അതുകൊണ്ട് നിന്റെ വക്കൽ നിന്ന് ഒരു ബന്ധുവെ, അവകാശിയെ എനിക്ക് നീ നൽകണമേ. നോക്കൂ നിങ്ങൾ, ഭാര്യ പ്രസവിക്കാത്ത പെണ്ണായിട്ട് പോലും സക്കരിയ നബി നിരാശനായില്ല. യരിസുനി വ യരിസു മിൻ ആലി യാക്കൂബ്, എനിക്കും യാക്കൂബ് നബിന്റെ കുടുംബത്തിനും ഒരു അനന്തരാവകാശിയെ, പിൻഗാമിയെ കൊണ്ട പടച്ചോനെ. വജഅൽഹു റബ്ബി റളിയ, എല്ലാവരാലും തൃപ്തിപ്പെട്ട ഒരു സന്താനമായി തീരുകയും വേണം, അങ്ങനെ ആക്കുകയും ചെയ്യണമേ. ഈ കഥ എന്തിനാ പറഞ്ഞത്? ഇത് പറഞ്ഞിട്ട് സക്കരിയ നബിന്റെ പ്രാർത്ഥന പറയാണ്. പ്രാർത്ഥിച്ച എത്രയോ കാലം ഒരു ധൃതിയും കാണിച്ചില്ല. ഉത്തരം വരും. നോക്കൂ നിങ്ങൾ, അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്നു. ചിലപ്പോൾ അങ്ങനെയാണ്, കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അള്ളാഹ് വിളിക്കുക, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക. എത്ര കാലമായി യാ അല്ലാ യാ റബ്ബി എന്ന് സക്കരിയ നബി അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എല്ലുകൾ നുരുമ്പി നരബാധിച്ച് തിളങ്ങാൻ തുടങ്ങി. അത്രയും കൊല്ലങ്ങളായപ്പോഴാ തിരിച്ചൊരു വിളി വരിക, യാ സക്കരിയ. അള്ളാഹ് വിളിക്കുക, ഇന്നാനുബശ്ശിറുക ബിഗുലാമിൻ, ഒരു ആൺകുട്ടിയെ കൊണ്ട് ഞാനിതാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്മുഹു യഹിയ, അവന്റെ പേര് യഹിയ എന്നാണ്. അള്ളാഹ് എന്നെ പേരിട്ടിട്ട് ഇപ്പൊ വലിയൊരു പ്രശ്നം, പ്രസവിക്കാനൊന്നുമല്ല ബുദ്ധിമുട്ട്, കുട്ടിക്ക് പേരിടാനാ ഇപ്പൊ വലിയ പ്രശ്നം. എങ്കിൽ അള്ളാഹ് തന്നെ പേരിട്ട് കൊടുക്കുകയാണ്. ഇതാ പേരുകൂടി പിടിച്ചോ യഹിയ എന്ന് അള്ളാഹ് പേര് പറഞ്ഞു. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ, മുമ്പ് നാം ആരെയും
അങ്ങനെ അവന്റെ ഈ പേരുള്ളവരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ പേര്. നമുക്കിപ്പോൾ അങ്ങനെയാണല്ലോ, ആരും പറയാത്ത പേര്, ആരും വിളിക്കാത്ത പേര്, നാട്ടിലില്ലാത്ത പേര്, അതൊക്കെയാണല്ലോ വേണ്ടത്. അള്ളാഹ് പറയാണ്, ഒരാളും ഇന്നേ വരെ യഹിയ എന്നുള്ള പേര് ഇന്നേ വരെ ആർക്കും ഇട്ടിട്ടില്ല. ആദ്യമായി എൻ്റെ കുട്ടിക്ക് ഇതാ യഹിയ എന്നുള്ള പേരിടുന്നു. അള്ളാഹ് തന്നെ പറയാണ്. കാല, ഇത് കേട്ടപ്പോ സ്വാഭാവികമായും സക്കരിയ നബി മനുഷ്യനാണല്ലോ, അദ്ദേഹം ചോദിച്ചുപോയി, റബ്ബി അന്നാ യകൂനു ലി ഗുലാം, എനിക്ക് ഈ പ്രായത്തിൽ ഈ വയസ്സുകാലത്തൊരു കുട്ടിയോ, വകാനത്ത് ഇംറഅതി ആഖിറ, എനിക്ക് ഏതായാലും ഇത്രയും പ്രായമായി, എൻ്റെ ഭാര്യയാകട്ടെ വയസ്സായി, അവൾ വന്നിയുമാണ്. വഖദ് ബലഗത്തു മിനൽ കിബരി ഇത്തിയ, ഞോളെ വയസ്സെന്താണെന്നറിയോ, ഞാൻ ചുക്കിച്ചുളിഞ്ഞ് വയസ്സായി. കിബരി എത്തിയ, വയസ്സിന് അങ്ങേയറ്റമായി ചുക്കിച്ചുളിഞ്ഞു ഞാൻ. എൻ്റെ ഭാര്യ ഒരിക്കലും പ്രസവിക്കാത്ത പെണ്ണുമാണ്, ഞങ്ങൾക്ക് കുട്ടിയോ? അള്ളാന്റെ മറുപടി കാല കദാലിക്, അള്ളാഹ് പറഞ്ഞു അതങ്ങനെ തന്നെയാണ്. കാല റബ്ബുക ഹുവ അലയ്യ ഹയ്യനുൻ, നിന്റെ റബ്ബിന് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈആ, അങ്ങ് മുമ്പ് നീ യാതൊന്നുമല്ലാതിരുന്നപ്പോൾ നിന്നെ നാം സൃഷ്ടിച്ചില്ലേ? നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ ജനിച്ചല്ലോ, അത് ഉണ്ടാകാതിരുന്നൊരു കാലത്തല്ലേ, പിന്നീട് ഉണ്ടായില്ലേ? എങ്കിൽ ഇങ്ങനെ നിനക്കൊരു കുട്ടിയെ തരിക എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പ്രയാസവുമില്ല എന്ന് അള്ളാഹു മറുപടി പറഞ്ഞു. സഹോദരങ്ങളെ, ഈ സംഭവം സൂറത്ത് മറിയം വായിക്കുമ്പോൾ ആദ്യം തന്നെ അള്ളാഹ് പറഞ്ഞു വെച്ചത് എന്തിനാ? അള്ളാഹിനോട് ഏത് കാര്യം പ്രാർത്ഥിക്കുകയാണെങ്കിലും ധൃതി കാണിക്കരുത്. ധൃതി കാണിക്കാതിരുന്നാൽ അള്ളാഹു ഇതിന് ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ ഓർക്കുന്ന ദിനങ്ങളാണ് ഈ കടന്നു പോകുന്നത്. അറഫയും മിനയും മുസ്ദലിഫയും എല്ലാം ജംറയിലെ ഏറുമൊക്കെ ആ പ്രവാചകന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതല്ലേ? ഇബ്രാഹിം നബിന്റെ ചരിത്രം പറയുമ്പോൾ പറയാണ്, ഇബ്രാഹിം നബി പറയാ, വ അദ്ഉ റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യാണ്. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനാകാതിരിക്കാം. ഒരിക്കലും ഭാഗ്യം കെട്ടവൻ ആവുകയില്ലല്ലോ, ആകാതിരിക്കട്ടെ, ഞാൻ എൻ്റെ റബ്ബിനോട് ഇതാ പ്രാർത്ഥിക്കുന്നു. ഇത് ഖുർആൻ പറയാണ്. അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് 80-ാമത്തെ വയസ്സിലാണ് അല്ലാഹു തആല സന്താനത്തെ കൊടുക്കുന്നത്. അത്രയും കാലം പ്രാർത്ഥിച്ചു. അങ്ങനെ മലക്ക് വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുമ്പോ ഖാലത്ത്, ഇബ്രാഹിം നബിന്റെ ഭാര്യ പറയാ, യാ വൈലത്ത അലിദു, ഞാൻ പ്രസവിക്കേ. മലക്കൾ വന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കിതാ അള്ളൊരു കുട്ടിനെ തരാൻ പോകും, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇതാ ഉത്തരം കിട്ടാൻ പോവുകയാണ്, വർഷങ്ങളോളമായുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പോവുകയാണ്. ഇത് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ആലിതു, ഞാൻ പ്രസവിക്കുകയോ? അന അജൂസ്, ഞാൻ പടുക്കിഴവിയല്ലേ? വഹാദാ ബഅലി ശൈഖ, എന്റെ ഭർത്താവിതാ എന്നേക്കാൾ വൃദ്ധനാണ്. ഇന്നഹാദാ ലശൈഉൻ അജീബ്, ഇത് അത്ഭുതമുള്ള കാര്യമാണ്. അപ്പോ മലക്കൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, അതഅജബീന മിൻ അംരില്ലാ, കുട്ടികളെ തരിക എന്നുള്ളത് അള്ളാന്റെ കാര്യമാണ്. അള്ളാന്റെ കാര്യത്തിൽ അത്ഭുതപ്പെടേ, മനുഷ്യന്മാരെ കാര്യത്തിൽ അത്ഭുതപ്പെടണ്ടേ? അള്ളാഹ് തരാൻ വിചാരിച്ചാൽ തരൂലേ? കുൻ ഫയക്കൂൻ, എന്തിന് അത്ഭുതപ്പെടണം? അതഅജബീന മിൻ അംരില്ലാ റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും, അള്ളാഹിന്റെ റഹ്മത്തും ബർക്കത്തുമാണ് അഹ്ലൽ ബൈത്ത്, ഈ കുടുംബത്തിന് അള്ളാഹ് നൽകുന്ന ബർക്കത്തും റഹ്മത്തുമാണത് എന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ് ആ പ്രാർത്ഥിച്ച കാര്യത്തിൽ ഉത്തരം കിട്ടാൻ ധൃതി കാണിക്കാതിരിക്കുക എന്നത്. വർഷങ്ങളോളം പ്രാർത്ഥിക്കേണ്ടി വരും. റസൂൽ പറയാണ്, മാ മിൻ മുസ്ലിമിൻ യദഉ, ഒരു മുസ്ലിമും അവന് പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടാതിരിക്കൂല. അവന് പ്രാർത്ഥിച്ചത് ലൈസ ബിഇസ്മിൻ, ഒരു തെറ്റിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. വലാ ബിഖതിഅത്തി റഹ്മിൻ, ഒരു കുടുംബബന്ധം മുറിക്കുന്ന കാര്യത്തിലല്ല പ്രാർത്ഥിച്ചത്. കുടുംബബന്ധം മുറിക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടോ ഒരു തെറ്റിയായ കാര്യമോ അല്ല പ്രാർത്ഥിച്ചതെങ്കിൽ ഇല്ല അഅത, അള്ളാഹ് കൊടുക്കാതിരിക്കൂല പ്രാർത്ഥിച്ചത്. ഇഹ്ദാ തലാത്ത്, ഒരു 3 രൂപത്തിലല്ലാതെ ഉത്തരം കൊടുക്കും. ഉത്തരം കിട്ടും, പക്ഷെ അത് 3 രൂപത്തിലായിരിക്കും. എന്താണ് ആ 3 രൂപം? ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, പ്രാർത്ഥിച്ചത് അപ്പൊ തന്നെ പടച്ചോൻ കൊടുക്കും. 1. 2 വഇമ്മ അൻ യദ്ഖിറഹ ലഹു ഫിൽ ആഖിറ, ഇവിടുന്ന് ഒന്നും കിട്ടില്ല എന്ന് വരും, പക്ഷെ വലിയ ഇബാദത്താ, അത് പടച്ചോൻ ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. പരലോകത്ത് പടച്ചോൻ കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കും. ആ ചോദിച്ചതൊക്കെ മരിക്കാൻ കാത്തു നിൽക്കേണ്ടതും മരണത്തോടു കൂടിയാണ് കിട്ടിത്തുടങ്ങും. ഇതാണ് ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. 2. 3. വഇമ്മ അൻ യദ്ഫഅ അൻഹു മിനസ്സൂഇ മിസ്ലഹാ, ചിലപ്പോൾ ചോദിച്ചത് കിട്ടൂല, പക്ഷെ അതിനേക്കാളും വലിയ കാര്യക്കാരൻ കിട്ടുക. അതെന്താ? ഒരു വലിയ അപകടം, വലിയ സൂഹ്, ഒരു വലിയ അപകടത്തിൽ നിന്ന്, ഒരു വലിയ പരീക്ഷണത്തിൽ നിന്ന് റബ്ബ് നിന്നെ കാക്കും. അങ്ങനെയായിരിക്കും. അപ്പൊ സ്വഹാബികൾ പറഞ്ഞ കാല ഇതൻ നുക്സിർ,
അപ്പൊ ഈ ചോദിച്ച സ്വഹാബി പറഞ്ഞു, ഞാൻ വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹു അക്സിർ, റസൂൽ പറഞ്ഞു, അള്ളയാണെല്ലാം വർദ്ധിപ്പിച്ചു തരുന്നത് അള്ളാഹുവാണ്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഈ 3 രൂപത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ധൃതി കാണിക്കേണ്ടതില്ല എന്ന കാര്യം നാം ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നിർബന്ധമായി നമ്മളെ മനസ്സിൽ വേണം. പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന് പല കാരണങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ നന്മകളെ ചെയ്യുന്നുള്ളൂ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ള കാര്യം നമ്മൾ ചെയ്യുന്നില്ല. എന്നിട്ടും എന്താണ്, അള്ളാഹ് അത് ആഖിറത്തിലേക്ക് മാറ്റിവെച്ചു. ദുനിയാവിലൊരു കാര്യം തന്നാൽ അത് അതോടുകൂടി കഴിഞ്ഞില്ലേ, അപ്പോൾ ആഖിറത്തിലേക്ക് അള്ളാഹ് മാറ്റിവെച്ചിട്ടുണ്ടാകും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം. പലപ്പോഴും റസൂൽ ഈ പറഞ്ഞതിൽ കുടുംബബന്ധം മുറിക്കുക, തെറ്റായ കാര്യം ചോദിക്കാതിരിക്കുക, ഈ കുടുംബബന്ധം മുറിക്കുക എന്ന് പറയുന്നത് ഇന്ന് വല്ലാത്തൊരു വിഷയമായി മാറുന്നുണ്ട്. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കും, ധാരാളമായി പ്രാർത്ഥിക്കും, ഉത്തരം തരാൻ അള്ളാഹുവിന് ആഗ്രഹവുമുണ്ട്. പക്ഷേ അള്ളാഹ് പറഞ്ഞ ചില കെട്ടുകളൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞ ചില ബന്ധങ്ങളൊക്കെ നമ്മൾ മുറിച്ചിട്ടുണ്ട്. അങ്ങനെ മുറിച്ചത് കൊണ്ടാണ് ഈ 3 രൂപത്തിലെങ്കിലും ഉത്തരം കിട്ടുമല്ലോ, ഏതെങ്കിലും രൂപത്തിൽ അത് കിട്ടാതെ പോകുന്നത് അതുകൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം, സമൂഹത്തിൽ വല്ലാത്തൊരു അപകടകരമായ കാര്യമുണ്ട്. പല കുടുംബങ്ങളിലും സ്നേഹവും സന്തോഷവും യോജിപ്പും എല്ലാം അകന്നു നിൽക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട്. കുടുംബത്തിൽ ജേഷ്ഠനുജന്മാർ തമ്മിലും ഭാര്യമാർ തമ്മിലും അയൽവാസികൾ തമ്മിൽ അയൽവാസികളായ കുടുംബങ്ങൾ തമ്മിൽ ഒക്കെ ബന്ധം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജീവിക്കുന്നു എന്നല്ലാതെ ഒരു സ്നേഹവും സന്തോഷവും യോജിപ്പൊന്നുമില്ല. കല്യാണത്തിന് വരും, മരിച്ചോടത്ത് വരും, ഇങ്ങനെ ഒന്ന് വന്നു പോകാന്നല്ലാതെ ഉള്ളിൽ വെറുപ്പുമായി, ഉള്ളിൽ അകൽച്ചയുമായി, ഉള്ളിൽ സ്നേഹമില്ലാതെ ജീവിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മളത് മനസ്സിലാക്കി വെക്കണം. നമ്മളെ ദുആ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ, ഈ 3-ൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ബന്ധങ്ങൾ ഒരിക്കലും മുറിച്ചവരായി നമ്മൾ മാറരുത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബർക്കത്ത് കൊടുത്ത കുടുംബം ഏതാ? ഞാനിപ്പോൾ ഓതി ആയത്തുകൾ കേട്ട് റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്രാഹിം നബിന്റെ ഭാര്യയ്ക്ക് സന്തോഷ വാർത്ത അറിയിച്ച മലക്കൾ പറഞ്ഞതാ, ഈ കുടുംബം വല്ലാതൊരു ബർക്കത്തും റഹ്മത്തുള്ള കുടുംബാണെന്ന്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബർക്കത്ത് കൊടുത്ത കുടുംബം ഇബ്രാഹിം നബിന്റെ കുടുംബം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബർക്കത്ത് കൊടുക്ക് റബ്ബേ, കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് കൊടുത്ത പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിന് ബർക്കത്ത് കൊടുക്ക് പടച്ചോനെ. അപ്പൊ ഏറ്റവും കൂടുതൽ ബർക്കത്ത് കൊടുത്ത കുടുംബം ആരുതാ? ഇബ്രാഹിം നബിന്റെ കുടുംബം. എന്നാൽ ഇബ്രാഹിം നബിന്റെ കുടുംബത്തിലെ ചരിത്രങ്ങൾ കേട്ടുനോക്കി. നമ്മളൊക്കെ മനസ്സിൽ ഒരു കുടുംബത്തിന് ബർക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറെ കാഴ്ചപ്പാടില്ലേ? ബറക്കത്തുള്ളൊരു കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ എന്താ ഉള്ളത്? കുറേ സ്വത്തും മുതലും സൗകര്യം വാഹനം വീടൊക്കെ ഉള്ള അങ്ങനെയുള്ളതാണ് നമ്മൾ കാണുന്ന ബറക്കത്ത്. എങ്കിൽ ഈ അടയാളം വെച്ച് ഇബ്രാഹിം നബിന്റെ കുടുംബം എന്ന് പഠിച്ചു നോക്കി. അള്ളാഹ് പറയാണ് ഇബ്രാഹിം നബിന്റെ കുടുംബമാണ് ഏറ്റവും ബർക്കത്ത് കിട്ടിയ കുടുംബം എന്ന്. നമ്മളെ മനസ്സിലുള്ള കുടുംബത്തിന്റെ ബർക്കത്ത് എന്ന കാഴ്ചപ്പാട് വെച്ച് ഇബ്രാഹിം നബിന്റെ കുടുംബത്തൊന്ന് പഠിച്ചു നോക്കി, എന്തായിരിക്കും അവസ്ഥ? ഇബ്രാഹിം നബി കിടന്നിട്ട് ഓടിയല്ലേ, ഒരു സ്ഥലത്ത് നിന്നിക്കണോ? ഇറാഖിൽ നിന്ന് മക്കത്ത് വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടി കാബന്റെ അടുത്താക്കിയിട്ട്, ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്താക്കിയിട്ട്, കാബന്റെ പൊളിഞ്ഞ തറ മാത്രമേ അവിടെ ഉള്ളൂ, ഒരു മനുഷ്യൻ വിളിച്ചാൽ ഓടി വരാനില്ല, ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, അവിടെ ആക്കിയിട്ടല്ലേ പോയത്? പോകാൻ പറഞ്ഞില്ലേ, പോയി അല്ലേ? ആ കുടുംബങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ എന്തുകൊണ്ടാണ് ആ കുടുംബം ബർക്കത്തുള്ള കുടുംബമായി എന്നറിയങ്ങൾ? ആ ചരിത്രങ്ങൾ പഠിച്ചു നോക്കി. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതാ, വാപ്പാനെ അനുസരിക്കണം മോൻ, മക്കളെ നന്നായി വളർത്തിയ വാപ്പിമ്മയും ദീനിയായിട്ട്. ആ ചരിത്രങ്ങൾ പഠിക്ക്. കുട്ടിനെ അവിടെ ആക്കിയിട്ട് പോകുമ്പം ഹാജർ ചോദിക്കുക, എങ്ങട്ടാ പോണ്? അല്ലാഹു അമർക്ക്, അത് അള്ളാഹ് കൽപ്പിച്ചതാണ്. അള്ളാഹ് കൽപ്പിച്ചതാണോ? ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ 2 ആൾ ഒറ്റക്ക, ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല, ഒരു പിഞ്ചു പൈതലും ഒരു പെണ്ണും ഒറ്റക്ക, നിങ്ങൾ പെയ്ക്കോളി, അള്ളാഹ് കൽപ്പിച്ചതല്ലേ, പോകാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ തവക്കുലാക്കുന്നൊരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ അതിനോളം ബർക്കത്തുള്ള കുടുംബം വേറെ ഏതാ? അല്ല തവക്കൽ, പോകാം. അള്ളാഹ് കറിഞ്ഞതാണോ പോണം. അതാണ് ഭാര്യ, ബർക്കത്തുള്ള കുടുംബം. പോയി തിരിച്ചു വന്നപ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക, കുട്ടി ഓടി നടക്കണ പ്രായ. ഇബ്രാഹിം നബി പോകുമ്പോൾ മലർന്നു കിടക്കുന്ന കുട്ടി ചെരിയാനും കമഴ്ന്ന് കിടക്കാൻ തുടങ്ങിയിട്ടില്ല. ആ കുട്ടിക്ക് എത്ര മാസാവും നോക്ക് ആലോചിക്കണം. ആ കാലിനടിയിലാണ് സംസം ഉണ്ടായത്. ഇബ്രാഹിം നബി തിരിച്ചു വന്നപ്പോൾ കുട്ടി ഓടി നടക്കണ പ്രായമായിക്കണ്. അപ്പോ ഇബ്രാഹിം നബി തിരിച്ചു വന്നിട്ട് പറഞ്ഞത് എന്താ അറിയോ? അറുക്കാൻ അള്ളാന്റെ കൽപ്പന ഉണ്ടെന്നാ. ആലോചിക്കണം. എന്താ മകന്റെ മറുപടി? ബാപ്പാ, അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യണം. ഫൻദുർ മാദാ തറ, എന്താ മോനെ നിന്റെ അഭിപ്രായം?
ഫഫ്അൽ മാ തുഅ്മർ, അല്ലാഹ് കൽപ്പിച്ചോ എന്നെ അറുക്കാൻ വാപ്പ അറുത്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹു മഅ സ്വാബിരീൻ. വാപ്പ കഴുത്തിൽ കത്തി വെക്കുമ്പം ഞാൻ കരയില്ല, വാപ്പ കിടന്ന് പെടയൂല. സതജിദുനി ഇൻഷാ അല്ലാഹു മഅ സ്വാബിരീൻ. ക്ഷമിച്ച് ഈ മകൻ കിടന്നു തരും വാപ്പ. ഇത് പറഞ്ഞ മകൻ ആരാ ഈ മകനെ വളർത്തിയത്? വാപ്പ നാട്ടിലില്ലാത്ത സമയത്ത് ഈ കുട്ടിയെ വളർത്തിയതാരാ? ആ ഉമ്മയാണ്. ഉമ്മ വളർത്തിയ മകനാ. ഉമ്മ പഠിപ്പിച്ച തസ്കിയത്തും തർബിയത്തുമാണത്. അല്ലാഹ് പറഞ്ഞോ എങ്കിൽ അറുത്തോളൂ, മരിക്കാൻ തയ്യാറാണ്. സഹോദരങ്ങളെ ആലോചിക്കണം, ഇങ്ങനൊരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തോളം ബറക്കത്തുള്ള കുടുംബം വേറെതാ. നമ്മളെ കാഴ്ചപ്പാടല്ല ബറക്കത്ത് എന്ന് പറയണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അത് കഴിഞ്ഞു, പരീക്ഷണമാണ്. ചരിത്രം നമുക്കറിയാം. പിന്നെ നമുക്കൊക്കെ ബേജാറ്, നിസ്കരിക്കാത്ത മക്കളാ അല്ലേ? എങ്കിൽ ലോകത്തിലെ സകല മനുഷ്യന്മാരും തിരിഞ്ഞ് നമസ്കരിക്കുന്ന കഅബ പടുത്തുയർത്താണ് വാപ്പി മോനും കൂടി. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ. ആ കഅബാലയം പടുത്തുയർത്താണ് മകനെയും കൂട്ടിയിട്ട് വാപ്പ അല്ലേ? വാപ്പ നല്ല ദായിയാണ്, മക്കളെ വഴിക്ക് കിട്ടൂല. വാപ്പ ഖുർആൻ ക്ലാസ്സിലുണ്ട്, മക്കളെ വഹിക്കില്ല. വാപ്പ എല്ലാ ദീനീ സംരംഭത്തിനും, എല്ലാ ക്യാമ്പിനും, സമ്മേളനത്തിനും, പൊതുപരിപാടിക്കും ഒക്കെ ഉണ്ട് വാപ്പ, മക്കളെ ഇനി കിട്ടൂല. ഇതല്ല കുടുംബം. വാപ്പ മകനെ വിളിക്കണം, മോനെ വാ. വാപ്പി മോനും കൂടെ ആ കഅബ ഉണ്ടാക്കണേ, പള്ളി ഉണ്ടാക്കുക. എല്ലാ മനുഷ്യന്മാരും നിസ്കരിക്കുന്ന പള്ളി, തിരിഞ്ഞ് നിസ്കരിക്കുന്ന കഅബ. സഹോദരങ്ങളെ, ഇതാണ് ഇബ്രാഹിം നബിന്റെ കുടുംബം. ആ കുടുംബത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് കൊടുത്തിട്ടുള്ളത്. മിനയും മുസ്ദലിഫയും അറഫയും ഒക്കെ അവിടേക്കാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കുടുംബജീവിതം നന്നാക്കി തീർക്കണം, ബന്ധം നമ്മൾ കൂട്ടിച്ചേർക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കുക. അറഫ ഉൾക്കൊള്ളുന്ന ദിനമാണിത്. അറഫ ദിവസം ഉൾക്കൊള്ളുന്ന ദിനമാണ് ഈ ദിനങ്ങൾ. ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് അറഫ? അറഫയിൽ പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യാണ്, അള്ളാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. റസൂൽ പറയാ, അറഫയിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുമെന്ന് സംശയിക്കാൻ പോലും പാടില്ല. പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കൊണ്ട് കുറേ മനുഷ്യന്മാർ അല്ലാഹ് നരകത്തേക്ക് പോകേണ്ട കുറേ ആൾക്കാർ അല്ലാഹ് കഴിച്ചിലാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നത് അറഫന്റെ അന്നാ. ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തേക്ക് പോകേണ്ട ആൾക്കാർ നരകത്തിന് കാവലിനെ കിട്ടുന്നത് അറഫയുടെ ദിനമാണ്. കാരണം എന്താണെന്നറിയോ? അറഫയിൽ വെച്ച് മനുഷ്യന്മാർ പ്രാർത്ഥിക്കുക. അറഫയിൽ പോയവർക്കറിയാം അള്ളാഹു അവിടെ എത്താൻ നമുക്കൊക്കെ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അറഫയിലെത്തിയ ആളുകൾക്കറിയാം കരഞ്ഞിട്ട പ്രാർത്ഥന. എപ്പോഴാ അറഫ? ഉച്ചക്ക് ളുഹറിന് തുടങ്ങാം. ളുഹറിന് തുടങ്ങിയിട്ട് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ തീർന്നതോടുകൂടി ബാങ്ക് നിസ്കാരം പോലും മുസ്ദലിഫീന മഗ്രിബ് ഏതാനും മണിക്കൂറേ ഉള്ളൂ അറഫ. ആ സമയത്ത് 10-60 കൊല്ലം ജീവിച്ചവർ, 10-70 കൊല്ലം ജീവിച്ചവർ വർഷങ്ങളോളം ചെയ്ത തിന്മകളൊക്കെ, തെറ്റുകളൊക്കെ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ കിബിലക്ക് നേരെ തിരിഞ്ഞിരുന്ന് ടെന്റുകളിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അറഫ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരച്ചിലുകൾ കേൾക്കാം ടെന്റുകളിൽ നിന്ന്, ആർത്തനാദങ്ങൾ കേൾക്കാം ടെന്റുകളിൽ നിന്ന്. അറഫയിൽ പോയവർക്കറിയാം, വിങ്ങി വിങ്ങി പൊട്ടുന്ന ആളുകളെ കാണാം, കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കാണാം, അട്ടഹസിച്ചുകൊണ്ട് റബ്ബിനോട് പാപങ്ങളേറ്റ് പറയുന്നവരെ കാണാം. അപ്പോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോയ ഒരു ഗ്രൂപ്പിൽ അമീർ പറയാ, ആൾക്കാരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഹജ്ജിന് വന്നിട്ടുണ്ട്. അവന് ഒരു പ്രശ്നമില്ല, ഒരു വികാരമില്ല, അവന് കരച്ചിലുമില്ല, അവന് പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല. അവനിങ്ങനെ നടക്കാൻ അറഫയിലൂടെ. ഇത് കണ്ടപ്പോ അമീർ വിളിച്ചു, ചോദിച്ചു, എന്താണ് നിങ്ങൾ? കുറച്ച് സമയമല്ലേ ഉള്ളൂ ഇവിടെ. അൽ ഹജ്ജു അറഫ, നിങ്ങൾ എന്തിനു വന്നതാ ലക്ഷങ്ങൾ മുടക്കിയിട്ട്? അറഫയല്ലേ ഹജ്ജ്, ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്താ പ്രാർത്ഥിക്കാനില്ലേ? ഈ മനുഷ്യന്മാരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങൾ കണ്ടില്ലേ, പൊട്ടിക്കരയുന്നത് കണ്ടില്ലേ, നിങ്ങളെന്താ ഇങ്ങനെ നടക്കുന്നത്, പ്രാർത്ഥിക്കാത്തത് എന്താ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇരിക്കാനും തോന്നുന്നില്ല, പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല, കരയാനും തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് സംസാരിച്ച് കൗൺസിലിംഗ് ചെയ്തപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ചോദിച്ചു വന്നപ്പോ വീട്ടിലെ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യവും ഒക്കെ ചോദിച്ചപ്പോ ആ ഇടക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയുമായി ചില സ്വത്ത് വിഷയത്തിൽ ചില പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെയാണല്ലോ പ്രശ്നം. ഇപ്പൊ ഈ സ്വർണത്തിന് വില കൂടിയതോടുകൂടി കുടുംബമൊക്കെ പ്രശ്ന. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് സ്വർണത്തിന് 3000, 4000, 5000 ഒക്കെ ഉള്ള കാലത്ത് സ്വർണം കൊടുത്ത പെണ്ണുങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുക കുടുംബത്തിൽ, നിങ്ങൾക്ക് സ്വർണം കിട്ടണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ സ്വർണത്തിന് വില കൂടിയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പല കുടുംബങ്ങളിലുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, ഇതുപോലെ പല പ്രയാസങ്ങളുണ്ട്. ഇങ്ങനെ കുടുംബം മുറിയാൻ പല കാരണങ്ങളുണ്ട്. അങ്ങനെ സ്വത്തിന്റെ പേരിൽ ഈ സഹോദരൻ പറയാണ്, എൻ്റെ ഉമ്മയുമായി ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഹജ്ജിന് പോരുന്ന സമയത്ത് ഉമ്മനോടൊക്കെ പറഞ്ഞിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഈ അമീർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പം ഉമ്മാനെ വിളിക്കണം,
ഉമ്മാന്റെ നമ്പറിൽ വിളിക്കണം, എന്നിട്ട് ഉമ്മനോട് നിങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കണം. ആ മനുഷ്യൻ അറഫേന്ന് വിളിച്ചു. ആ മനുഷ്യൻ അറഫേന്ന് ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ അറഫേലാണ് ഉമ്മ, എന്തെങ്കിലുമൊക്കെ എന്നോട് വല്ല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അപ്പുറത്ത് പറഞ്ഞു, മോനെ, ഉമ്മാന്റെ മോനോട് ഉമ്മാക്ക് എന്ത് വിഷമാണ് മോനെ, ഉമ്മാന്റെ മോനെ അറഫയിൽ വെച്ച് എന്നെ വിളിച്ചില്ലേ, ആ പുണ്യഭൂമിയിൽ വെച്ച് അറഫയോളം വലുതെന്താ, അവിടെ വെച്ച് ഉമ്മാനെ ഓർത്തിയില്ലേ, ഉമ്മാനെ വിളിച്ചില്ലേ, ഉമ്മാന്റെ മനസ്സിൽ ഒന്നുമില്ല മോനെ, ഉള്ളതൊക്കെ പോയി മോനെ എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്ന നിമിഷം ആ ചെറുപ്പക്കാരന്റെ കണ്ണിന്ന് കണ്ണീര് വരാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരയാൻ തുടങ്ങി. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, ആ കണ്ണീര് തടഞ്ഞു വെച്ചത് ഉമ്മയുമായുള്ള ബന്ധം മുറിച്ചു എന്നതാണെങ്കിൽ നമ്മുടെ ഏത് പ്രാർത്ഥനയാകട്ടെ, ഏത് ദുആകളാകട്ടെ, എത്ര കരഞ്ഞ് കണ്ണീരോടെ റബ്ബിലേക്ക് നമ്മൾ തിരിഞ്ഞു പ്രാർത്ഥിച്ചാലും ബന്ധങ്ങൾ മുറിച്ചിട്ടുണ്ടോ നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാസപ്പിറവി ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ദുൽഹിജ്ജ 9 അഥവാ അറഫ വരുന്ന ബുധനാഴ്ചയാണ്. ഹാജിമാർക്ക് അവിടെ നോമ്പില്ല, നമ്മളിവിടെ നോമ്പ് നോൽക്കണം. അപ്പോൾ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ നോൽക്കണം എന്ന് ഹദീസിലില്ല. അറഫ ദിവസം നോൽക്കുക, അറഫയുടെ നോമ്പ്, അത് ദുൽഹജ്ജ് 9 നമുക്കെന്നാണോ അന്ന് നോൽക്കുക. അപ്പോൾ അറഫയിൽ ഹാജിമാർ അത് ഐക്യദാർഢ്യമാണെങ്കിൽ അവർക്ക് നോമ്പ് ഉണ്ടാകണ്ടേ, അപ്പോൾ നമ്മൾ നോമ്പ് വെൽക്കും ഐക്യദാർഢ്യം എന്ന് പറയാം. അവർക്ക് നോമ്പില്ല, നോമ്പ് വെൽക്കാൻ പാടില്ല അവർക്ക്. അപ്പോൾ ഇവിടെ എന്നാണോ അറഫ, ദുൽഹജ്ജ് 9 ബുധനാഴ്ചയാണ്, അന്ന് അറഫയുടെ നോമ്പ് അനുഷ്ഠിക്കുക. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി യകഫിറ സനത്തല്ലതി ഖബ്ലഹു വസനത്തല്ലതി ബഅദഹു. ഇമാം മുസ്ലിമിന്റെ 1162 ഹദീസ്. അറഫയിലെ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു തആല കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്നൊരു വർഷത്തെ പാപങ്ങളും പുറത്തു തരാൻ മാത്രം പര്യാപ്തമായ നോമ്പാണ്. അതുകൊണ്ട് ആ നോമ്പ് എല്ലാവരും ബുധനാഴ്ച അനുഷ്ഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 10 ബലിപെരുന്നാളാണ്. പെരുന്നാൾ നമസ്കാരം മഴ ഉണ്ടെങ്കിൽ പള്ളിയിലായിരിക്കും, മഴയില്ലെങ്കിൽ ഈദ്ഗാഹിലായിരിക്കും. 7:15 സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ആ കൃത്യസമയത്ത് തന്നെ നമസ്കാരത്തിന് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹായികളും ആ രൂപത്തിൽ നന്മകൾ ചെയ്യാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. എൻ്റെ സുഹൃത്ത് ബഹുമാനനായ ഇസ്മായിൽ മദനി, അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു യോജിപ്പും ഐക്യവും സ്നേഹവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ പ്രാർത്ഥനകൾ അള്ളാഹു ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹിയാഹും منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم اعتق رقابنا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.